നമ്മുടെ ഈ A-Star ആണ് വണ്ടി കേട്ടോ. ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് U-turn എടുക്കൂലേ, ഫുള്ള് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിച്ച് എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു എന്ന് പറഞ്ഞൊരു ഭയങ്കര സൗണ്ട്, അങ്ങനെ ഒരു കംപ്ലൈന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ആദ്യം 2 പ്രാവശ്യം ഓടിച്ചപ്പോൾ കംപ്ലൈന്റ് കിട്ടിയില്ല, പിന്നെ 2 പ്രാവശ്യം ഓടിച്ചപ്പോൾ കംപ്ലൈന്റ് കിട്ടി. അപ്പൊ ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നു, പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുത്തു. അപ്പൊ അതെന്താണ് കംപ്ലൈന്റ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. സ്റ്റിയറിംഗ് ഒടിച്ചു വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ടയർ ഒരു സ്ഥലത്ത് ഉറഞ്ഞ പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു നോക്കിയപ്പോൾ ഈ ലോറാം ഉണ്ടല്ലോ, അടി എവിടെയോ തട്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് വളഞ്ഞിരിക്കുക. ഒരു അടിവശം ശകലം വളഞ്ഞിട്ട് ആ ടയറിൽ കയറി മുട്ടുകയാണ് ഫുള്ള് ഓടിക്കുന്ന സമയത്ത്. അത് ചില സമയത്ത് ചില ഒടിയിൽ അങ്ങനെ കയറി കിട്ടുള്ളൂ, ചിലപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ കിട്ടാണ്ടിരുന്നപ്പോൾ അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ ലേറ്റായി പോയത്. കണ്ട അവിടെ മുട്ടിയിരിക്കുക. അപ്പോൾ അതായിരുന്നു കംപ്ലൈൻറ്റ്. ഈ സൗണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിൽ ഇട്ടിട്ട് മെല്ലെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിച്ച് ലോഡ് ചെയ്ത് വന്നപ്പോൾ സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വണ്ടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റിയറിംഗ് ഒന്നും തിരിക്കാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വീല് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് സംഭവം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ആണ്. ചില സമയത്ത് ചിലപ്പോൾ ആ ചെറിയൊരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഇച്ചിരി സമയം പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആയിരുന്നു. ഏതായാലും കണ്ടുപിടിച്ചു. ഓക്കെ.